നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ്. ഓക്കെ, സോ സം ടോപ്പിക് ഫോർ ടുഡേ ഈസ് പ്രോബ്ലംസ് ഓൺ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. Okay, so our first question is a continuous random variable x has a PDF probability density function f of x is equal to 3x square. X in the range വരുന്നത് 0 less than or equal to x less than or equal to 1. Find a and b such that first sub question വരുന്നത് probability of x less than or equal to a is equal to probability of x greater than a. അതുപോലെ second sub question വരുന്നത് probability of x greater than b is equal to 0.05. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. റാൻഡം വേരിയബിൾ എന്നുള്ള ടോപ്പിക്കിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഡിസ്ക്രീറ്റും രണ്ടാമത്തത് കണ്ടിന്യൂസ്. അപ്പോൾ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഇൻ്റർവെല്ലിൽ വരുന്ന ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾസിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, പിന്നെന്താ വെയിറ്റ്, ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ചോദ്യത്തിൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x² ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ആ എക്സ് എടുക്കുന്ന വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആകുന്നതും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആകുന്നതിൻ്റെ പ്രോബബിലിറ്റി സെയിം ആണെങ്കിൽ ആ എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൊല്യൂഷനാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3x² ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും യൂണിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ടു 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്ന പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയും പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എയും ആണെങ്കിൽ ഇവരുടെ ഓരോരുത്തരുടെയും പ്രോബബിലിറ്റി 1/2 ആവണ്ടേ? ടോട്ടൽ പ്രോബബിലിറ്റി നമുക്ക് 1 എന്നറിയാം. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും പ്രോബബിലിറ്റി 1/2 ആണെന്ന് പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇപ്പോൾ ഏതെങ്കിലും എടുക്കാം. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയുന്നത് 1/2 ആണെങ്കിൽ നമ്മുടെ ഇൻ്റഗ്രൽ ഓവർ 0 to a എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും 1/2 ആവണ്ടേ? ഇൻ്റഗ്രൽ ഓവർ 0 to a എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് 1/2 ആവണം. അതായത് ഇൻ്റഗ്രൽ ഓവർ 0 to a എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 3x² dx. അത് 1/2 ആവണം. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3x³ ഇതിൻ്റെ റേഞ്ച് 0 to a എന്ന് പറയുന്നത് 1/2 ആവണം. ദാറ്റ് ഈസ് നമുക്ക് 3 ക്യാൻസൽ ചെയ്ത് കളയാം. a³ എന്ന് പറയുന്നത് 1/2 ആകണം അല്ലേ? ദാറ്റ് ഈസ് a ഈസ് ഈക്വൽ ടു 1/2 റേസ് ടു 1/3 അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 1/2 ആണ് എയുടെ വാല്യൂ. ഓക്കെ, സോ എയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്ന് കിട്ടി? a ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 1/2 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശരിക്കും
രണ്ടാമത് പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നത് 0.05 ആണെങ്കിൽ ബിയുടെ വാല്യൂ എന്ത് എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ഈ സെയിം രീതി തന്നെയാണ്. ഇപ്പോൾ നേരത്തേതും കുറച്ചുകൂടെ ഡയറക്റ്റുമാണ്. നമുക്ക് എന്ത് പറയാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ ബി ടു ഇൻഫിനിറ്റി. അതായത് നമ്മളിപ്പോൾ നമുക്ക് ടോട്ടൽ എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ നടുക്കുള്ളൊരു വാല്യൂ ആയിരിക്കും ഈ എയും ബിയും ഒക്കെ അല്ലേ. ഇപ്പം ആദ്യത്തെ കേസിൽ എ, രണ്ടാമത്തെ കേസിൽ ബി. ഇപ്പം ഈ കേസിലാണെങ്കിൽ ഞാൻ ബി. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുമ്പോൾ ബി ടു 1 ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഈ ഇൻഫിനിറ്റിയുടെ സ്ഥാനത്ത് നമ്മുടെ അപ്പർ ലിമിറ്റ്, അതായത് ബി ടു 1. ഇൻ്റഗ്രൽ ഓവർ ബി ടു 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും എന്ത്? 0.05. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ ഓവർ ബി ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 3x² ആയിരുന്നു ഡി എക്സ്. അപ്പം അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3 × x³ 3 ബി ടു 1. അതിപ്പോൾ നമുക്ക് ഇത്രയും ക്യാൻസൽ ചെയ്ത് പോവും. ദാറ്റ് ഈസ് 1 - b³. അപ്പോൾ 1 - b³ എന്ന് പറയുന്നത് 0.05 എന്ന് കിട്ടി. അതായത് b³ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? b³ എന്ന് പറയുന്നത് 1 - 0.05 എന്ന് കിട്ടും. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് 0.05 എന്ന് പറയുന്നത് ശരിക്കും 1/20 ആണ് അല്ലേ. അപ്പം നമ്മളതിനെ അങ്ങനെ ആ രീതിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡെസിമൽ രീതിക്ക് തന്നെ ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ആ രീതിക്കോട്ട് 1 - 1/20 എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ 19/20 എന്ന് കിട്ടും. അപ്പോൾ ബി എന്ന് പറയുന്നത് 19/20യുടെ ക്യൂബ് റൂട്ട്. ഓക്കെ, നമുക്ക് ഡെസിമൽ രീതിയിൽ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന എക്സാം ആണെങ്കിൽ ഡെസിമൽ രീതിയിൽ തന്നെ അങ്ങ് എഴുതിയാൽ മതി. സോ ബി ഈസ് ഈക്വൽ ടു, അല്ല പാടാണെങ്കിൽ നമുക്ക് അതിന് ഡയറക്റ്റ് ആയിട്ട് ഈ ഫ്രാക്ഷൻ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ദാറ്റ് ഇസ് ബി ഈസ് ഈക്വൽ ടു 19/20 ദ ഹോൾ റേസ് ടു 1/3, അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 19/23. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് എക്സാം ആണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ നോക്കുക ഈ കേസിൽ. അപ്പോൾ ഡെസിമൽ ആക്കണമെങ്കിൽ ഡെസിമൽ ആക്കുക, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ കയ്യിൽ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ട് എന്തെങ്കിലും 2 വേരിയബിൾസിൻ്റെ ആ ഒരു റേഞ്ചും അതൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലർ പ്രോബബിലിറ്റി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലെറ്റ് എക്സ് ബി, ഇതേപോലത്തെ ടൈപ്പ് തന്നെയാണ്. Let x be a continuous random variable with probability density function. അതായത് അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഈ PDF എന്ന് പറയുന്ന probability density function f of x is equal to ax when 0 less than or equal to x less than or equal to 1, a when 1 less than or equal to x less than or equal to 2, and minus ax plus 3a when 2 less than or equal to x less than or equal to 3, and 0 elsewhere. അപ്പോൾ നമ്മുടെ റാൻഡം വേരിയബിൾ 0 to 1 എന്നുള്ള റേഞ്ചിൽ ax എന്ന് പറയുന്ന വാല്യൂ, 1 to 2 റേഞ്ചിൽ a എന്നുള്ള വാല്യൂ, 2 to 3 എന്നുള്ള റേഞ്ചിൽ മൈനസ് ax plus 3a എന്നുള്ള വാല്യൂ, ബാക്കി എല്ലാ സ്ഥലത്തും 0 എന്നുള്ള വാല്യൂ ആണ് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് എ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എ കണ്ടുപിടിക്കുക. രണ്ടാമത്തത് കമ്പ്യൂട്ട് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5. എക്സിൻ്റെ പ്രോബബിലിറ്റി 1.5-നേക്കാളും ചെറുതാകുന്നതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇങ്ങനെയുള്ള കേസിലെല്ലാം ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും എന്നുള്ള ആ ഒരു പോയിന്റിന്റെ പുറത്താണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി വിൽ ഓൾവേസ് ബി ഈക്വൽ ടു 1. ദാറ്റ് ഇസ് ഇന്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായാലും 1 ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ എന്താണ് നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി? ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ 0 to 1, അവിടുത്തെ പെർട്ടിക്കുലർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓവർ അടുത്ത രണ്ടാമത് പറഞ്ഞിരുന്നത് 1 to 2, അവിടെ എ ആയിരുന്നു, എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എ ആണ്, സോറി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ എ ഡി എക്സ്. അടുത്ത് നമ്മൾ പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത് 2 to 3, അവിടത്തെ എന്ന് പറയുന്നത് മൈനസ് എ എക്സ് പ്ലസ് 3a, സോറി 3a. നെക്സ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്, അത് വേണമെങ്കിൽ എഴുതാം, 3 to ഇൻഫിനിറ്റി 0 dx. ഇതെന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്ക് അറിയാം, കാരണം ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇസ് ഇന്റഗ്രൽ ഓവർ 0 to 1 ax dx പ്ലസ് ഇന്റഗ്രൽ ഓവർ 1 to 2 a dx പ്ലസ് ഇന്റഗ്രൽ ഓവർ 2 to 3 മൈനസ് ax പ്ലസ് 3a വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, ഇനി നമുക്ക് ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും എ കോൺസ്റ്റൻ്റ് ആയ സ്ഥിതിക്ക് ആ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കുമ്പോഴത്തേക്കും എക്സ് മാത്രമാവും, അതിനെയാണ് ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ കേസിൽ എ ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 റേഞ്ച് 0 to 1 പ്ലസ് രണ്ടാമത്തെ കേസിൽ എനെ പുറത്തെടുക്കുമ്പോൾ 1നെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ അതിൻ്റെ റേഞ്ച് 1 to 2 പ്ലസ് അടുത്ത കേസിലെന്ന് പറയുന്നത് മൈനസ് എനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2, അവിടുത്തെ റേഞ്ച് 2 to 3 പ്ലസ് 3a. 3a എന്ന് പറയുമ്പോൾ എന്താണ് 3a എക്സ് വരുമല്ലോ, കാര്യം 1നെയല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. 2 to 3 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 1 വരുമ്പോൾ 1/2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പോൾ 1/2 മൈനസ് 0 പ്ലസ് എനെ 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ ഇപ്പോൾ അപ്പർ ലിമിറ്റ് നമ്മൾ അല്ല ഇവിടെ ഇവിടെ 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ആയിരുന്നു, അപ്പോൾ എക്സിന് നമ്മൾ ലിമിറ്റ്സ് കൊടുക്കുമ്പോഴത്തേക്കും 2 - 1 1. അപ്പോൾ ഇത് ഏത് തന്നെ വരും, മൈനസ് ഒരു മൈനസ് എ ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ മൈനസ് എ ഇൻറ്റു ഇത് ലിമിറ്റ് കൊടുക്കുമ്പോൾ 3 ആണ് വരുന്നത്, അപ്പോൾ 3 സ്ക്വയർ 9/2 മൈനസ് 2 കൊടുക്കുമ്പോൾ 4/2 ദാറ്റ് ഇസ് 2 പ്ലസ് 3 ഇൻറ്റു എ ഇൻറ്റു 3 - 2 1 വരും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ദാറ്റ് ഇസ് ഇവിടെ 1/2 എ എന്ന് വരും, 1/2 എ പ്ലസ് എ, അടുത്ത എന്ത് വരും, അവിടെ ഒരു പ്ലസ് വന്നിട്ട് 9/2 മൈനസ് 2, അപ്പോൾ 9 - 4/2 അല്ലേ. അപ്പോൾ 9 - 4 എന്ന് പറയുമ്പോൾ 5/2 എന്ന് വരും. അപ്പോൾ ഇതെല്ലാം കൂടി മൈനസ് 5/2 എ എന്ന് വരും, മൈനസ് 5/2 എ എന്ന് വരും പ്ലസ് 3a, ഇതാണ് ഈക്വൽ ടു 1. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് വരും, 1/2 എ പ്ലസ് എ മൈനസ് ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി 1/2 എ പ്ലസ് എ പ്ലസ് 3a, അപ്പോൾ ഇതെല്ലാം കൂടെ 4a ഉണ്ട്. അപ്പോൾ 1/2 എ പ്ലസ് 4a മൈനസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണേ, 5/2 എ ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ദാറ്റ് ഈസ് 9a/2 minus 5a/2 is equal to 1. That is 9 minus 4a/2. That is 2a is equal to 1. Implies a is equal to 1/2. a is equal to 1/2 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
എ കണ്ടുപിടിക്കാനായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5 എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ എയുടെ വാല്യൂ 1/2 എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യനെ മാറ്റി എഴുതാം. ക്വസ്റ്റ്യനെ മാറ്റി എഴുതുമ്പോഴത്തേക്കും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2x. എപ്പോഴാണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 1/2 when 1 less than or equal to x less than or equal to 2. അടുത്ത് -1/2x പ്ലസ് 3 ഇൻറ്റു 1/2 അല്ലേ? അത് സിംപ്ലിഫൈ ചെയ്യാം. -1/2x പ്ലസ് 3/2 എന്ന് പറയുന്നത് എപ്പോഴാണ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് 0 അതർവൈസ്. ഇനി അവർ പറഞ്ഞിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5 കണ്ടുപിടിക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5 എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 0 to 1 വരെ ഒരു വാല്യൂ, 1 തൊട്ട് 2 വരെ ഒരു വാല്യൂ, 2 തൊട്ട് 3 വരെ ഒരു വാല്യൂ, അങ്ങനെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻ്റഗ്രൽ 0 നമ്മുടെ ലോവർ ലിമിറ്റ് എവിടെയാണോ അത് തൊട്ട് ആ ഒരു 1.5 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ 0 to 1.5 f of x dx. ദാറ്റ് ഈസ് 0 തൊട്ട് 1 വരെ ഒരു റേഞ്ച് അല്ലേ? 0 തൊട്ട് 1 വരെ എത്രയാണ്? 1/2x dx പ്ലസ് അടുത്ത് 1 തൊട്ട് 1.5 വരെ ആ എത്ര 1 to 2 റേഞ്ചിലുള്ള ആ ഒരു വാല്യൂ എടുക്കുക. ദാറ്റ് ഈസ് 1/2 dx. എ എന്നുള്ളതായിരുന്നു, അപ്പോൾ നമ്മൾ 1/2 എടുത്തു. ദാറ്റ് ഈസ് നീ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. 1/2 ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 റേഞ്ച് 0 തൊട്ട് 1 വരെ പ്ലസ് 1/2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വരും. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 വരും. സോറി എക്സിന് കിട്ടാം. എക്സ് റേഞ്ച് 1 തൊട്ട് 1.5. ദാറ്റ് ഈസ് ഇത് 1/4 പുറത്തെടുത്താൽ x² 1 തന്നെയാണ് പ്ലസ് 1/2 ഇൻറ്റു 1.5 മൈനസ് 1 ദാറ്റ് ഈസ് 0.5 വരും. അപ്പോൾ ദാറ്റ് ഈസ് 1/4 പ്ലസ് 1/4 എന്ന് വരും. 2/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഏത് തരം വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.